ഹായ്, ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും വാട്സാപ്പിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് വാട്സാപ്പ് പ്രോക്സി. എന്താണ് വാട്സാപ്പ് പ്രോക്സി? എങ്ങനെയാണ് വാട്സാപ്പ് പ്രോക്സി ആക്ടിവേഷൻ ചെയ്യുന്നത്? വാട്സാപ്പ് പ്രോക്സി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വാട്സാപ്പ് പ്രോക്സി നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. ബാറിന്റെ അടുത്തായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. അതിലൊന്ന് പ്രസ് ചെയ്യുക. അവിടെ നമ്മുടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിലൊന്ന് സെലക്ട് ചെയ്യുക. ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് വാട്സാപ്പ് പ്രോക്സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഓഫ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി എന്താണ് പ്രോക്സി എന്ന് നമുക്ക് നോക്കാം. പ്രോക്സി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മൊബൈലിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുന്നു. നമ്മൾ എന്താണോ ബ്രൗസ് ചെയ്യുന്നത് ആ ഇൻഫർമേഷൻ അതിൻ്റെതായ സെർവറിലേക്ക് പാസ് ചെയ്യുന്നു. ആ സെർവറിൽ നിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ തിരിച്ചു തരുന്നു. ഇതാണ് നോർമലി നടക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മളെ ആ സെർവർ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മളുടെ ഇന്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ് ആ സെർവർ ബ്ലോക്ക് ചെയ്തെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നില്ല. ഈ സമയത്താണ് പ്രോക്സിയുടെ ആവശ്യം വരുന്നത്. നമ്മൾ ഇന്റർനെറ്റ് ഡയറക്റ്റ് ബ്രൗസ് ചെയ്യുന്നതിന് പകരം ഒരു പ്രോക്സി അഡ്രസ് സെറ്റ് ചെയ്തു നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട ഡീറ്റെയിലുകൾ നമ്മൾ നേരെ പ്രോക്സിക്ക് കൊടുക്കും. പ്രോക്സി അതാത് സെർവറിൽ പോയിട്ട് ആ ഡീറ്റെയിലുകൾ എടുത്ത് പ്രോക്സിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾക്ക് ആ ഡീറ്റെയിൽ പാസ് ചെയ്യും. അതായത് ഒരു ഇടനിലക്കാരൻ്റെ റോളാണ് പ്രോക്സി ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് കിട്ടാത്ത വിവരങ്ങൾ ഒരു ഇടനിലക്കാരൻ വഴി കളക്ട് ചെയ്യുന്നു. അതാണ് പ്രോക്സിയുടെ റോൾ. ഇനി പ്രോക്സി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വാട്സാപ്പിലെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. അവിടെ നമുക്ക് പ്രോക്സി എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓഫ് ആയിരിക്കും ഇപ്പോൾ. അതൊന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോക്സി അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നമ്മളുടെ കയ്യിലുള്ള പ്രോക്സി അഡ്രസ്സ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സേവ് കൊടുക്കുന്നു. അപ്പോൾ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മളുടെ പ്രോക്സി അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ അത് കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിൽ വാട്സാപ്പ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോക്സി അഡ്രസ്സ് ഉപയോഗിച്ച് നമുക്ക് വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കൺട്രിയിൽ വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലുള്ള പ്രോക്സി അഡ്രസ്സുകൾ സെറ്റ് ചെയ്ത് നമ്മൾക്ക് വാട്സാപ്പ് ഡയറക്റ്റ് യൂസ് ചെയ്യാതെ ഈ പ്രോക്സി വഴി പോയി നമ്മളുടെ മെസ്സേജും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കാര്യം കൂടി വാട്സാപ്പ് ഇപ്പോൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നമ്മൾ പ്രോക്സി സെറ്റ് ചെയ്താണ് മെസ്സേജ് അയക്കുന്നതെങ്കിലും നമ്മളുടെ മെസ്സേജുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതായത് മറ്റൊരാൾക്കും നമ്മളുടെ വാട്സാപ്പ് മെസ്സേജുകൾ കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.